അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ഭാരവാഹിത്വത്തിലേക്ക് ഇല്ലെന്ന് നടി അൻസിബ. താൻ മത്സരിക്കാനില്ലെന്നും അംഗങ്ങളുടെ ഗ്രൂപ്പിൽ അൻസിബ വ്യക്തമാക്കി. ഇതിനിടെ അമ്മയിലെ പൊട്ടിത്തെറിയിൽ കൂടുതൽ തുറന്നു പറച്ചിലിന് ഒരുങ്ങുകയാണ് മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. അഡ്ഹോക് കമ്മിറ്റി രൂപീകരണത്തിനെതിരെ രജിസ്ട്രേഷൻ വകുപ്പിന് നടൻ അനൂപ് ചന്ദ്രൻ പരാതി നൽകി. വിപിൻ സി വിജയൻ വിവരങ്ങളുമായുണ്ട് കൊച്ചിയിൽ നിന്ന്. വിപിൻ, അമ്മയ്ക്കകത്തുള്ള തർക്കങ്ങൾ, പടലപ്പിണക്കങ്ങൾ, ചേരിതിരിഞ്ഞുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അല്ലാതെയും രഹസ്യമായും ഒക്കെ. അതിനിടയിൽ അൻസിബ ഹസൻ ഇപ്പോൾ വ്യക്തമാക്കുന്നു മത്സരരംഗത്തേക്ക് ഇല്ല എന്ന്. എന്താണ് അമ്മയിൽ ഈ പുതിയ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്? ഏതെങ്കിലും ഒരു വിഭാഗം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് വരെ ആളുകൾ രാജിവെക്കുന്ന സാഹചര്യത്തെ എങ്ങനെയാണ് അമ്മ ഇനി കൈകാര്യം ചെയ്യുക? പ്രത്യേകിച്ച് ഇന്ന് ജഗദീഷിൻ്റെ ഒക്കെ ഒരു ആർട്ടിക്കിൾ പുറത്തു വന്നിട്ടുണ്ട് മനോരമയിൽ. അതുപോലെ തന്നെ മറ്റു പലരുടെയും തുറന്നു പറച്ചിലുകളും പിന്നാലെ വരുന്നു. അമ്മയിൽ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? ഈ ഭരണസമിതി രാജിവെച്ചതിന് ശേഷം ഈ അമ്മ രണ്ടായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത്. ഇത് അനുനയിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഒന്നും തന്നെ ആരംഭിക്കുന്നില്ല. കാരണം എല്ലാം ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് ഇപ്പോൾ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ അൻസിബ ഹസൻ ഇനി ഞാൻ മത്സരിക്കാനോ ഒരു ഭാരവാഹിത്വം വഹിക്കാനോ ഇല്ല എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. ആർജവുമുള്ള പുതിയ തലമുറ കടന്നു വരട്ടെ, അല്ലെങ്കിൽ പുതിയ അഭിനേതാക്കൾ കടന്നു വരട്ടെ എന്നുള്ളതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറാവുകയാണ് മുൻ അധ്യക്ഷയായിട്ടുള്ള ശ്വേതാ മേനോനും ഒപ്പം തന്നെ ലക്ഷ്മി പ്രിയയും അടക്കമുള്ളവർ. അവരുടെ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഭരണസമിതിക്കെതിരെ വന്നിട്ടുള്ള ഒരു ആരോപണം കണക്കുകളിലെ ഒരു സുതാര്യത കുറവ്, ഒരു ക്ലാരിറ്റി ഇല്ലായ്മയായിരുന്നു. അത് ഇപ്രാവശ്യം മാത്രമല്ല, ഇവർ ഭരണമേൽക്കുന്നതിന് മുൻപുള്ള അഡ്ഹോക് കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പോഴും ഈ കണക്കുകളിലെ അവ്യക്തത കുറവുണ്ട് എന്ന് തെളിയിക്കുകയാണ് അവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസത്തിനകം ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അടുത്ത അഡ്ഹോക് കമ്മിറ്റി ചേർന്ന, അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റി അവരുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും തങ്ങളെ പുറത്താക്കിയത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ പുറത്താണ് എന്നുള്ളത് സ്ഥാപിക്കുകയുമായിരിക്കും ഒരു പക്ഷേ പ്രധാനമായിട്ടും അതിൽ നിന്ന് ലക്ഷ്യമിടുക. ഈ രമേശ് പിഷാരടി ഇപ്പോൾ നിയമസഭയിലാണ്. അദ്ദേഹത്തിന്റെ കൂടി ഒരു സൗകര്യം പരിഗണിച്ച അടുത്ത ശനിയാഴ്ചയ്ക്കുള്ളിൽ അഡ്ഹോക് കമ്മിറ്റി എത്രയും വേഗം ചേരുകയും ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നവരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം ആരംഭിക്കുവാനാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതിനിടയിൽ ഈ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത് അന്ന് ഭരണസമിതി ഇറങ്ങി വന്നതിന് ശേഷം ഒരു വിഭാഗം ഏകപക്ഷീയമായിട്ടാണ് അത് ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഒരു മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണെന്നും കാണിച്ചുകൊണ്ടായിരുന്നു നടൻ അനു മേനോൻ രജിസ്ട്രേഷൻ വകുപ്പിന് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പിരിച്ചുവിടണമെന്നൊരു ആവശ്യം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിന് ഒരു പരാതിയായിട്ട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അമ്മയിൽ 2 വിഭാഗമാണ് നിൽക്കുന്നത്. ഒന്ന്, ഇവർക്ക് വലിയ മുൻപരിചയം ഉണ്ടായിരുന്നില്ല ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ആ ഒരു നേതൃത്വത്തിന്. അതുകൊണ്ട് തന്നെ അവർക്ക് കണക്കുകൾ അവതരിപ്പിക്കുന്നതിൽ ചില പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ട്രഷറർ ഏകദേശം 1.5 മാസത്തോളം കുറ്റാരോപിതനായി പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം കൊടുക്കാമായിരുന്നു. ഒരു പ്രത്യേക അജണ്ട വെച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൂഢമായിട്ടുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളത് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ആ രീതിക്ക് അത് മുന്നോട്ട് പോകുന്നു. മറ്റൊന്നുള്ളത്, ഇവർ വലിയ അവഹേളനം കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കി, അല്ലെങ്കിൽ അപമാനം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതും ഇതിൽ ഒരു തീർപ്പ് ഇതുവരെയും ഉണ്ടായിട്ടില്ല. അമ്മയിൽ ഭിന്നത വ്യക്തമായിരിക്കുന്നു. 2 ഗ്രൂപ്പുകളായി അമ്മ തിരിഞ്ഞിരിക്കുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആ നിലയ്ക്ക് കാര്യമായി ഉണ്ടാകുന്നില്ല എന്നതുകൂടിയാണ് ഇപ്പോൾ അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടന നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയും വെല്ലുവിളിയും. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.